എതിർപ്പ എന്തൊക്കെയാണ് സ്വാസ്ഥ്യവും സ്വസ്ഥതയും സമാധാനവും എവിടെ കിട്ടുന്നില്ല അന്വേഷിച്ചല്ലേ? രാഷ്ട്രീയവും മതവും ഇനി കുടുംബവും അയൽവാസികളും എല്ലാം പരസ്പരം ഇവിടെ അതൊന്നുമില്ലാത്ത ഒരു ലോകം. തലവുമില്ല ചതിയുമില്ല എല്ലോടമില്ല പോയി വരേണം. അങ്ങനെയല്ലേ നല്ല കാര്യം? അത് സ്വപ്ന ദുനിയാവിലെ നടക്കില്ല. പോലീസില്ലാത്ത ലോകം ദുനിയാവിലോ, ജയിലറിയില്ലാത്ത ലോകം ദുനിയാവിലോ അങ്ങനെ ഒന്നില്ല. പക്ഷെ മറ്റൊരു സ്വപ്നമാണ് അങ്ങനത്തെ ഒരു ലോകത്തിൽ എത്തണം. അയ്യും തല്ലും കത്തറിയും ഉണ്ടാവരുത്. അങ്ങനത്തെ ഒരു ലോകത്തിൽ എത്തണമേ എത്തുന്നത് മനുഷ്യൻ അവന്റെ ആത്മകാലം മുതൽ ഒടുക്കം വരെ അവന്റെ മനസ്സിൽ ആലോചിക്കുന്ന സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കും. അതാണ് സ്വർണം. അതാണ് സ്വർണം. لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. കേൾക്കാനും രസം. അതിന്റെ അർത്ഥം لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. ആക്ഷേപം, കുറ്റപ്പെടുത്തൽ അതൊന്നും കേൾക്കൂല. പിന്നെ എന്താ കേൾക്കുക? നന്നായി വരട്ടെ, സലാം വേറെയുള്ളൂ. വേറെ ഒന്നും കേൾക്കൂല. നാത്തൂന്റെ പോരുകൊണ്ട് പൊറുതികൾക്ക് ആകെ വിഷമിച്ചിരിക്കുന്ന പെണ്ണ് പറയാം സാധാരണ ഓരോ ആക്ഷേപത്തിനെ കണ്ടത് രക്ഷപ്പെടാലോ. അമ്മായി പോലും കൊണ്ട് വിഷമിക്കുന്ന മരുവോട് പറയാ സമാധാനം അങ്ങനെ ഒരു സ്ഥലം കേട്ടോ. കിളമ്പത്തൊക്കെ അപ്പയാണ് ഭർത്താവ് പറഞ്ഞു എനിക്ക് ഒന്നും വേണോ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരു പറഞ്ഞ ഒന്നും വേണ്ട. എന്താ പറഞ്ഞു സമാധാനം അത് മതി. അവിടെ എത്താനുള്ള ശ്രമമുണ്ടാവാം. അതുകൊണ്ട് കല്യാണത്തിന് പോകും. കല്യാണത്തിന് പോകുന്നതിനും കൊടുത്തതിന് ഇനി ക്ലാസ്സിന് പോകാനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനും എംജിഎമ്മും കേരളവും ഉണ്ടാക്കാനും നമ്മുടെ ഈ സ്ഥാപനം വളർത്താനും നമ്മുടെ നാട്ടിൽ ആ സമൂഹത്തിന്റെ പരിശീലനത്തെ വഹിക്കാനും അള്ളാഹുവിന്റെ കലാപം അത് പഠിക്കാനും അറിയാനും അത് നാട്ടുകാരെ അറിയിക്കാനും എന്നെക്കൊണ്ടും നിങ്ങളെ കൊണ്ടും എന്താകുമോ ആവുന്നിടത്തോളം ചെയ്യുക. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും അത് ഊഴം നോക്കാനും ഊട്ടിയുറപ്പിക്കാനും പരിശ്രമിക്കുക. ഓർപ്പ നമുക്കടുത്താണ് നിരാശപ്പെടാൻ നമുക്കടുത്താണ്. ശ്രദ്ധിച്ചോളൂ. വലിയൊരു സൗകര്യം എന്താണെന്നറിയോ? ഈ അനിശ്ചിതമാണ് ഏറ്റവും വലിയ സന്തോഷം. അനിശ്ചിതത്വമാണ് ഏറ്റവും വലിയ സന്തോഷം. അത് സന്തോഷത്തിലേക്ക് പറഞ്ഞു. നാളെ എന്താണ് നടക്കുക അറിയില്ല. വേറെ ആളെന്താണ് നടക്കുക അറിയില്ല. വേറെ കൊല്ലെന്താ നടക്കുക അറിയില്ല. അറിയരുത്. അറിഞ്ഞാൽ പോയിലേക്ക് എന്താ പറഞ്ഞു. ഞാനിപ്പോൾ വരുന്ന വഴി ജീപ്പിൽ തട്ടും എന്ന് തോന്നിയാൽ അങ്ങോട്ട് വരാതെ നോക്കൂലേക്കോ? സത്യമായിട്ട് ഈ ബിൽഡിങ്ങിന്റെ മാത്രം എന്ത് കുഴപ്പം എന്ന് വിചാരിക്കാൻ ഈ ബിൽഡിങ്ങിനെ താക്കൂലേക്കോ? നിന്റെ ഓരോ ഞാനും ചെറിയ ഇണക്കങ്ങളോ സ്ഫോടനങ്ങളോ ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പെട്ടെന്ന് കെട്ടാൻ നടക്കൂലല്ലോ. ലോകത്തെന്തെങ്കിലും നടക്കുമോ? പിന്നെ ഒന്നും നടക്കൂലല്ലോ. തൽക്കാലിക പ്രശ്നമില്ലേ? ഈ അനിശ്ചിതത്തെ വല്ലാത്ത സന്തോഷം. അങ്ങനെ എന്താ വേണ്ടി ആരും ഒന്നും അറിയരുത്. അനിശ്ചിതമല്ലോ. لا تدري نفس ماذا تكسب غدا
നാളെന്താ നടക്കുക അറിയില്ല. അനിശ്ചിതത്വം ഏത് ദുനിയാവിനെ എത്തിയാൽ അതിന് അനിശ്ചിതത്വം. റഹ്മാനായ ഞാൻ 2 മാസം കഴിഞ്ഞ് ഞാൻ മരിച്ചു പോകുന്നെങ്കിൽ എന്റെ ഭർത്ത അറിയിച്ചില്ലെങ്കിൽ ഞാൻ 1 മാസം കൊണ്ട് എഴുതുന്നോരുമായി ചിലപ്പോൾ 30 ഞാൻ മരിച്ചു പോയിട്ടുണ്ട്. 2 വർഷം ലക്ഷണമില്ല, ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. അറിയിക്കുന്നില്ല, പ്രശ്നമൊന്നും സന്തോഷമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നാളെ മരണം പ്രതീക്ഷിക്കുക, മറ്റന്നാൾ മരണം പ്രതീക്ഷിക്കുക. ഡോക്ടേഴ്സ് പോയി ഡോക്ടർ പറയാണ് എല്ലാവരും കൊടുത്ത് മാക്സിമം 24 മണിക്കൂർ, മാക്സിമം 24 മണിക്കൂർ പിന്നെ ഞാൻ 24 ചാർജ് ആയിരിക്കും ഒന്നായിട്ട് പാടും. കൊടുവള്ളി എത്തിക്കാനും പണം ഒറ്റയ്ക്കൊക്കെ വസ്ത്രം കൊടുക്കും. വേറെ പണമൊക്കെ ഞാൻ 10-20 വർദ്ധിപ്പിച്ചു. എന്തൊക്കെയാണ് കൊടുക്കാതെ എല്ലാം കൊടുക്കും. വെച്ച് വെക്കുന്ന രോഗ്യം കൂടും. അയൽവാസികളും കുടുംബക്കാരുമായി ബന്ധം സ്ഥാപിക്കും. 24 മണിക്കൂറും വെള്ളയിട്ട യന്ത്രം പോലെ ഞാൻ അഹോരാത്രം പരിശ്രമിക്കും, പരിശ്രമം നടത്തും. അല്ലേ? 24 മണിക്കൂർ കൂടി മാത്രമേ ജീവിതമുള്ളൂ എന്ന് എനിക്ക് വിവരം ലഭിക്കാൻ